പാച്ചു ഒന്ന് ഉറങ്ങുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അവൻ എഴുന്നേറ്റിരിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ കൂടെ തന്നെ ഇരിക്കണം. കാരണം അവനിപ്പോൾ ഒരാൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ തലയിടിച്ചോ മുഖം ഇടിച്ചോ ഒക്കെ അങ്ങ് വീണ് കരയാൻ തുടങ്ങും. അപ്പം ഞാൻ എന്ത് ചെയ്യും? അവൻ ഉണർന്നിരിക്കുമ്പോൾ അവൻ്റെ കൂടെ തന്നെ ഇരിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഓരോ സാധനങ്ങളെ പിടിച്ച് കയറി നിൽക്കും, ഇരിക്കും. എന്നാലും ഒരു ആട്ടമുണ്ട്. അങ്ങനെയാണ് ഈ സംഭവിക്കുന്നത്. രാവിലെ ഞങ്ങളെക്കാൾ മുന്നേ അവൻ എഴുന്നേക്കും. അപ്പം മുതലുള്ള ക്ഷീണമുണ്ട്. ഇപ്പൊ ഒരു സമയം 11-11:15 കണ്ടായി. അപ്പോഴാണ് ആശാൻ കുളിച്ചൊക്കെ കഴിഞ്ഞൊന്ന് ഉറങ്ങുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കുളിക്കുന്നത്. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുൾ ഫേഷ്യൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ കുറുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കുളിപ്പിക്കത്തുള്ളൂ. ഇനി ഒരു 3 മണിക്കൂർ നേരത്തേക്ക് പാച്ചു നന്നായിട്ട് ഉറങ്ങിക്കോളും. എന്നാലും ചെറിയ ചെറിയ വല്ല സൗണ്ട് കേട്ടാൽ അവൻ എഴുന്നേക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി ഞാൻ സൗണ്ട് കുറച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യത്തുള്ളൂ. ഇവന് പൊതുവേ പകലുറക്കം ഇച്ചിരി കുറവാ. പിന്നെ ഇപ്പോഴായിട്ടാണ് ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ പണ്ടൊക്കെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അവൻ എഴുന്നേക്കുമായിരുന്നു. രാത്രിയിൽ പണ്ട് മുതലേ വലിയ ശല്യമില്ല. പിന്നെ ഈ ഇടയായിട്ട് ഇച്ചിരി ഇച്ചിരി എന്തോ അടങ്ങിക്കിടക്കൽ കുറവാണ്. പകൽ സമയത്തൊക്കെ ഞാൻ പാച്ചുവിനെ ഉറക്കിയ ഈ നിലത്താണ് കിടത്തുന്നത്. ഒരു ബെഡ് വിരിച്ചിട്ട് അവനെ അങ്ങനെ കിടത്തും. കട്ടിലേ കിടത്താറില്ല. ഈ കട്ടിലയിലൊക്കെ കിടത്തുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ആദ്യമാണ് വീഴുവോ എഴുന്നേക്കുവോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ. ഇതാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കാണാനും പറ്റും, സേഫുമാണ്. എന്നാലും നമുക്കൊരു ചെറിയ പേടിയുണ്ട്. ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, പാമ്പ്, പട്ടി, അവരുടെയൊക്കെ ശല്യം അങ്ങനെ കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ പരമാവധി ജനലും വാതിലൊക്കെ അടച്ച് എല്ലാം ഉറപ്പ് വരുത്തിയിട്ടേ പാച്ചുവിനെ ഞാൻ നിലത്ത് കിടത്താറുള്ളൂ. പിന്നെ ഞാൻ പൊതുവേ ഈ പണിയൊക്കെ എടുക്കുന്നതിൽ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്നൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ചില അമ്മമാരൊക്കെ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് 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 എല്ലാം ചെയ്തു തീർക്കും. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഇതില്ല. അപ്പോൾ എല്ലാവരും പറയും നീ കുറച്ചുകൂടെ സ്പീഡാവണം. എനിക്ക് കുറച്ച് സ്പീഡായി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വൃത്തിയാവത്തില്ല. അപ്പോൾ അങ്ങനെ വൃത്തിയും കൂടെ ആവണല്ലോ. ഞാൻ പൊതുവേ എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല. പക്ഷെ കുക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് ഞാൻ കൈ കടത്തിയിട്ടില്ലായിരുന്നു. ഇപ്പം ചെറുതായിട്ട് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇപ്പം എനിക്ക് നല്ല വിഷമമുണ്ട് കുക്കിംഗ് ഒന്നും പഠിക്കാത്തത്. ഞാൻ വിചാരിച്ച് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കുക്കിംഗ് ഇപ്പോൾ ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഞാൻ എത്ര യൂട്യൂബ് നോക്കിയിട്ടും എൻ്റെ കുക്കിംഗ് സക്സസ് ആവുന്നില്ല. പണ്ടൊക്കെ അലൂഷി പറയുമായിരുന്നു എൻ്റെ കൈ കൊണ്ടൊരു കറി കൂട്ടണം എന്ന്. ഇപ്പം എൻ്റെ കൈ കൊണ്ട് കറി കൂട്ടിയിട്ട് അലൂഷി പറയുക എന്തെങ്കിലും അരിയാനുണ്ടെങ്കിൽ അവിടെ അരിഞ്ഞു വെച്ചാൽ മതി, ബാക്കി അലൂഷി ചെയ്തോളാന്ന്. അത്രയ്ക്ക് വൃത്തികേടായിട്ടിരിക്കുവാണ് എൻ്റെ കുക്കിംഗ് ചാനലൊക്കെ നോക്കിയിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ കഴിവാട്ടോ. എനിക്ക് ശരിയായിട്ടില്ല. ഞാൻ ഈ പഠിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു മെയിൻ പണിയാണ് പാച്ചുവിൻ്റെ ഫീഡിങ് ബോട്ടിൽ കഴുകുക. അതായത് നമ്മൾ ഈ ഫീഡിങ് ബോട്ടിലൊക്കെ കഴുകുമ്പോൾ കുപ്പിയുടെ അടപ്പും നിപ്പിളും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ വേണം കഴുകാൻ. എപ്പോൾ കഴുകിയാലും കുപ്പിയും നിപ്പിളും ബ്രഷ് ഉപയോഗിച്ച് തന്നെ കഴുകണം. ഇത് സത്യം പറഞ്ഞൊരു മെനക്കെട്ട പരിപാടിയാണ്. പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. സാധാരണ അമ്മമാരിങ്ങനെ തിളപ്പിച്ചെടുക്കാറാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ കുപ്പിയുടെ നിറം കുറയും. പൊതുവെ ഡോക്ടർമാർ പറയാറുണ്ട് 3 മാസം കൂടുമ്പോൾ ഈ സംഭവങ്ങൾ മാറ്റണമെന്ന്. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് 3 മാസം കൂടുമ്പോൾ നിപ്പിൾ മാറ്റുക. കുപ്പിക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ കുപ്പി കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. എൻ്റെ ഈ പണിക്കിടയിലും അവൻ 3 മണിക്കൂർ തികയ്ക്കാതെ അവിടെ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. പുള്ളി ചെറുതായിട്ട് എഴുന്നേറ്റ് തുടങ്ങി. ഈ സമയമാണ് ഞാൻ ആലോചിച്ചത് എനിക്കറിയാവുന്ന ഒരൊറ്റ പണിയുണ്ട്, കഞ്ഞി വയ്ക്കാൻ അറിയാം. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞൊരു ടിപ്പാണ്, കുക്കറിൽ കഞ്ഞി വയ്ക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചാൽ മതി, പുറത്തേക്ക് ചാടില്ലാന്ന്. പക്ഷെ കാര്യമൊന്നുമില്ല കേട്ടോ, എൻ്റെ പുറത്തോട്ട് ചാടാറുണ്ട്. അപ്പോഴേക്കും പാച്ചു എഴുന്നേറ്റു. പിന്നെ അവന് വേണ്ടി കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ അവൻ്റെ മെയിൻ ഫുഡാണ് ചോറരിച്ച് കഴിക്കൽ. അതിഷ്ടമാണ്.